ആശ്രാമത്തെ കാർമേഘം ഇരുണ്ട് കൂടിയതോടുകൂടി ഇതാ വരുന്നു മഴയെന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ് ചന്തയിലേക്ക്. പെട്ടെന്നൊരു കൊതി, ചീനിയും നല്ല മധുരക്കിഴങ്ങും കൊഞ്ചും നല്ല വറുത്ത മീനും ഒക്കെ കൂട്ടി ഒന്ന് തിന്നണമെന്ന്. അങ്ങനെ കൊതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം അങ്ങ് വിട്ടോണം. അങ്ങനെ മഴയും പിടിച്ച് ഞങ്ങൾ നേരെ പോയത് നമ്മളെ റൗണ്ട് റോഡിലെ ചന്തയിലോട്ടാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നേരെ പോയത് നമ്മുടെ തങ്കശ്ശേരിയിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും മീൻ നോക്കാമെന്ന് വെച്ചു. അങ്ങനെ നോക്കി കൊഞ്ച് വാങ്ങി. പിന്നെ കുറച്ച് മുള്ളുള്ളൊരു മീൻ മേടിച്ചു. അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ പാവം ചേച്ചി എനിക്ക് അതെല്ലാം നുള്ളി നല്ല വൃത്തിയാക്കി തന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയി വേഗം എല്ലാം സെറ്റായിട്ടുണ്ട്. കൊഞ്ച് ഫ്രൈ കഴിക്കാൻ പിന്നെ രാവിലെ ഇങ്ങനെ മണം വന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മുടെ മീൻ വറുത്തതും കൂടെ റെഡിയാകുമ്പം എല്ലാം ഓക്കെ ആയി. പോരാത്തിന് പുറത്ത് നല്ല മഴയും. മണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവയ്ക്ക് പിന്നെ ടേസ്റ്റ് നോക്കണം. അങ്ങനത്തെ ചില സ്വഭാവങ്ങളുണ്ട്. കഴിക്കത്തില്ലെങ്കിലും മണം വരുമ്പോഴത്തേക്ക് അവനെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് റെഡിയായോ എന്ന്. ഈ പെട്ടെന്ന് നമ്മളിങ്ങനെ രുചിയിലേക്ക് കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര കൊതിയല്ലേ. അങ്ങനെ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ദേവിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കുന്ന ആളെ എന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞാനും കൂടെ അങ്ങ് തുടങ്ങി. നല്ല മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ല ഉണ്ട മുളക് ചമ്മന്തി. അപ്പം കഴിച്ചു തുടങ്ങാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.